إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലുപരി അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള, അതിന് സൗഭാഗ്യം ലഭിക്കപ്പെടാത്ത ആളുകൾക്ക് ആ മാസത്തിൽ നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കുവാൻ സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട ആരാധനാകർമ്മമായിക്കൊണ്ടാണ് ബലികർമ്മത്തെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് ഇത് പ്രത്യേകമായി കൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉലൂഹിയ എന്ന ഇബാദത്തിൽ മുസ്ലിം സമൂഹത്തിൽ പലരും അശ്രദ്ധരാണ് എന്നതൊരു വസ്തുതയാണ്. സമ്പത്തുള്ള പലരും കർമ്മത്തിൽ പങ്കാളികളാവാൻ മടിക്കുന്നത് നാം കാണാറുണ്ട്. മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആളുകൾ ആ കർമ്മത്തെ തന്നെ നിഷേധിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയും കാണുന്നുണ്ട്. അഥവാ ആ ബലി കൊടുക്കുന്ന പൈസ കൊണ്ട് ഇന്നത് ചെയ്തുകൂടെ, ഇന്നത് കാട്ടിക്കൂടെ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആളുകൾ. ഇവിടെ കുറേ പട്ടിണിയുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തേക്ക് ആ ബലികർമ്മത്തിൻ്റെ പൈസ നീക്കിക്കൂടെ എന്നെല്ലാം ചോദിക്കപ്പെടുന്നുണ്ട്. ബലികർമ്മത്തിന് ഉള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് ബലി തന്നെ നൽകണം. സാധുക്കളെ സഹായിക്കുന്നതിനുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് സാധുക്കളെ സഹായിക്കുക തന്നെ വേണം. അതിനൊരു കർമ്മത്തിൻ്റെ പൈസ എടുത്ത് അങ്ങോട്ട് നീക്കി വെക്കലല്ല. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്നുള്ള നിലക്ക് ബലികർമ്മത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവണതയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ബലികർമ്മത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇപ്പോൾ തന്നെ നമുക്കതിനായിട്ട് ഒരുങ്ങാൻ സാധിക്കും. അള്ളാഹുവിന് മാത്രം നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ബലികർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബലി അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും എന്തില്ല, നൽകാൻ പാടില്ല. ബലി എന്ന് പറയുന്നത് അത് ആർക്ക് നൽകാനുള്ളതാണ്? അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് നൽകാനുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായിട്ടുള്ള അൽ ഖൗസറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ കൽപ്പിക്കുന്നത്. ആകയാൽ നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്നുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പുറപ്പെടുവിക്കുകയാണ്. പ്രവാചകനോ ബദ്രീങ്ങൾക്കോ മുഹിദ്ദീൻ ഷെയ്ഖിനോ എന്നല്ല, അള്ളാഹു അല്ലാത്ത ആർക്ക് അത് നൽകിയാലും അത് ശിർക്കിൽപ്പെടുന്നതാണ്. റബ്ബല്ലാത്ത വേറെ ആർക്ക് നൽകിയാലും ബലികർമ്മം നൽകിയാൽ അത് ശിർക്കിൽപ്പെടുന്നതാണ്. പുരാതന കാലം മുതൽ സമൂഹങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾക്കുള്ള പ്രീതിക്കായുള്ള മൃഗബലി പുണ്യകർമ്മമായിട്ട് കരുതപ്പെട്ടു വന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇസ്ലാമും പ്രപഞ്ച സൃഷ്ടാവിനെ വണങ്ങുന്നതിനുള്ള ഒരു രൂപമായി കൊണ്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നിശ്ചയിച്ചതുപോലെ തന്നെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ബലികർമ്മം അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിക്കൊണ്ടാണ് അതെന്ത് അള്ളാഹു നിശ്ചയിക്കപ്പെട്ടത്. ബലിമൃഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. വൽബുദ്ന ജഅൽനാഹാ ലകും മിൻ ശആഇരില്ലാഹി ലകും ഫീഹാ ഖൈർ. വൽബുദ്ന എന്താണ് ബുദ്ന? ഒട്ടകം. ഈ ഒട്ടകം, ബലിയൊട്ടകത്തെ നാം നിങ്ങൾക്കായി അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെടുത്തിയിരിക്കുന്നു. അള്ളാഹിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ബലി അറുക്കുക എന്നുള്ളത്. ആ കർമ്മത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ബലിമൃഗത്തെ പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കതിൽ ഖൈറുണ്ട്, ഫീഹാ ഖൈറുൻ, നിങ്ങൾക്കതിൽ ഖൈറുണ്ട്, ഉപകാരമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ബലി നൽകുക എന്നുള്ളത് നമ്മുടെ ചിഹ്നങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ബലിമൃഗങ്ങൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കൽ,
നിർബന്ധവും തഖ്വയുടെ ലക്ഷണവുമായിക്കൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് നിർബന്ധമാണ്, അതിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ദാലിക, അതാണ് വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ അഥവാ മതചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഹൃദയങ്ങളിലെ ധർമ്മനിഷ്ഠയിൽ തഖ്വയിൽ നിന്നുള്ളതാണ്. തഖ്വയിൽ നിന്നുള്ളതാണ് അതിനെ ആദരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അതിനെ നാം ആദരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ബലി കൊണ്ടുള്ള സന്ദേശം എന്നുള്ളതും മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് ഈ ദുൽഹിജ്ജയിലേക്ക് കടന്നു പോകുന്ന നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊക്കെ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ഒരു ജീവൻ പോലും അള്ളാഹുവിൻ്റെ ശാസനയുണ്ടെങ്കിൽ ബലി നൽകാൻ തയ്യാറാണെന്ന അടിമയുടെ തീരുമാനത്തിൻ്റെ സന്ദേശമാണ് ബലിയിലൂടെ ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്തിനും തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, ഒരടിമ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏതിലൂടെ? ബലി നൽകുന്ന കാര്യത്തിലൂടെ. അതിനാൽ ബലി അള്ളാഹുവിലേക്കുള്ള സമർപ്പണമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, നമ്മളെ പരിചയപ്പെടുത്തി. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ ഇന്നസ്സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ, നബിയെ പറയുക, ഇന്നസ്സലാത്തി, നിശ്ചയമായും എൻ്റെ നമസ്കാരവും, വനുസകി, എൻ്റെ ബലികർമ്മവും, വമമാതി, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും മരണവുമെല്ലാം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ് എന്ന് നീ പറയണം. അപ്പം ആ ഒരു കൽപ്പന നമുക്കും ബാധകമാണ്. നമ്മുടെ നമസ്കാരം, അതേപോലെ തന്നെ നമ്മുടെ ബലി, നമ്മളുടെ ജീവിതവും മരണവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ് എന്നുള്ള ബോധം എന്തായിരിക്കണം, നമുക്ക് ഉണ്ടായിരിക്കണം. അത് അള്ളാഹ്ക്കുള്ള സമർപ്പണമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നർത്ഥം. ബലികർമ്മം അള്ളാഹുവിനുള്ള പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ഈ ബലികർമ്മമെല്ലാം പല ആളുകളും പല രൂപത്തിലും ചെയ്യാറുണ്ട്. പല ആളുകളും പല രൂപത്തിലും ചെയ്യാറുണ്ട്, പലതിനു വേണ്ടിയും നിർവഹിക്കാറുണ്ട്. അത് റബ്ബിൻ്റെ വജ്ഹിൽ നിന്ന് മാറിപ്പോയാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. മാത്രമല്ല ശിർക്കിലേക്ക് അത് അതമ്പതിക്കുന്ന രൂപത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ബലികർമ്മത്തെ പ്രത്യേകിച്ച് അതിൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. അള്ളാഹുവിന് ബലിമൃഗത്തിൻ്റെ ഇറച്ചിയോ അല്ലെങ്കിൽ രക്തമോ ആവശ്യമില്ല. ആലോചിച്ച് നോക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ ഇറച്ചിയും രക്തമൊക്കെ അള്ളാഹുവിലേക്ക് എത്തുന്നത് നമ്മുടെ സതുദ്ദേശമാണ്. നമ്മൾ നിർവഹിക്കുന്നത് അവന് വേണ്ടിയുള്ളതാണോ എന്നുള്ള സതുദ്ദേശമാണ് എത്തേണ്ടത്. അതല്ല ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയാണോ, അത് പോയി, അതിനുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടിയാണോ, അതിനുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി. ഇത് രണ്ടും അള്ളാഹുവിലേക്ക് ഇറച്ചിയോ മാംസമോ എന്ത് ചെയ്യുന്നില്ല, മാംസമോ രക്തമോ എന്ത് ചെയ്യുന്നില്ല, എത്തിച്ചേരുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ലൻ യനാലല്ലാഹു ലുഹൂമഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാ, അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കിൽ എത്തുന്നതേയില്ല, എന്നാൽ നിങ്ങളുടെ ധർമ്മനിഷ്ഠയാണ്, തഖ്വയാണ് അവങ്കിലേക്ക് എത്തുന്നത് എന്നാണ്.
അപ്പം അത് പരിപൂർണമായിട്ട് റബ്ബിനാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന്. ഞാൻ ഇത്ര അറുത്തു, എൻ്റേത് വലുപ്പമുള്ള ഉരുവാണ്, മറ്റുള്ളവരൊന്നും അറുക്കുന്നില്ല തുടങ്ങിയ ചിന്തകളും പെരുമയും ഏതൊരു വിഷയത്തിലും എന്ന പോലെ തന്നെ ഇതിലും നമുക്ക് പാടില്ല എന്ന് ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 3 അറിവുകളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ അറിവിനെ കുറിച്ച് പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കൾ നടത്തിയ ബലിയെ കുറിച്ചാണ്. ഖാബീലും ഹാബീലും ബലി നടത്തിയതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? അവരുടെ ഉദ്ദേശം നല്ലതാകാത്തതിനാൽ ഖാബീലിന്റെ ബലി അല്ലാഹു സ്വീകരിച്ചില്ല. ഹാബീലിന്റെ ബലി എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഖാബീലിന്റെ ബലി എന്ത് ചെയ്തില്ല? ഖാബീലിന്റെ ബലി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയും ചെയ്തില്ല. ഉദ്ദേശശുദ്ധിയുള്ളത് ആരുടേതായിരുന്നു? ഖാബീലിന്റെ ബലിയായിരുന്നു. അതുകൊണ്ട് അല്ലാഹു എന്ത് ചെയ്തു? അവനിൽ നിന്നത് സ്വീകരിച്ചു. ഹാബീലിന്റെ ബലിയിൽ നിന്ന് എന്ത് ചെയ്തില്ല? അല്ലാഹു അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തില്ല. രണ്ടാമത്തെ ബലിയെ കുറിച്ച് പറയുന്നത് ബനൂ ഇസ്രായേലിൽ സമൂഹം നടത്തിയ ബലിയെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നത് കാണാം, വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയുകയാണ്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറുകും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ തദ്ബഹൂ ബഖറ, ഒരു പശുവിനെ അറുക്കുവാൻ വേണ്ടി നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്യണം? അവരോട് പറയുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഖാലു അതത്തഖിദുനാ ഹുസുവ, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നാണ് അവര് പറഞ്ഞത്. എന്താ ഞങ്ങളെ പരിഹസിക്കാൻ നിൽക്കുകയാണോ എന്ന്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, വിവരദോഷികളിൽ പെട്ടുപോകാതിരിക്കാൻ ഞാൻ അല്ലാഹുവോട് ഇതാ അഭയം തേടുന്നു. അള്ളാഹു കൽപ്പിച്ച കൽപ്പന അവരോട് ചെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഒരു പ്രവാചകൻ വന്ന് പറയുമ്പോൾ പറയുന്ന രൂപമാണ് അവരുടേത്. ഞങ്ങളെ കളിപ്പിക്കുകയാണോ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യം ചോദിച്ചു. പക്ഷേ അവരെന്ത് ചെയ്യില്ല, അതിന് പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു. ആ ബലികർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർ അവരുടെ പ്രവാചകനോട് ഒരുപാട് ചോദ്യങ്ങളെ ചോദിക്കുന്നതിന് ഇങ്ങനെ അടിയിലിങ്ങനെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചപ്പോൾ അവർക്ക് നിർബന്ധപൂർവം ബലി നൽകേണ്ടി വന്നതാണ് രണ്ടാമത്തെ ബലി എന്ന് പറയുന്നത്. അതിനവർ ഉപയോഗിച്ചത് ആ നാട്ടിലെ തന്നെ ഏറ്റവും മുന്തിയ ഇനം സാധനത്തിനെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. അള്ളാഹിനോട് അവർ പ്രവാചകനോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഓരോ കർക്കശ നിലപാട് ഇങ്ങനെ വന്നു. അപ്പം ഏറ്റവും മുന്തിയത് തന്നെ എന്ത് ചെയ്യണം? അറക്കണമെന്ന നിലപാടിലേക്ക് വന്നു. അതിനവർ കൊണ്ടുവരേണ്ട അവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് വരുത്തി വെച്ചു. എന്നിട്ടോ പക്ഷേ ആ ബലിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഫസബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ, അവരതിനെ മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫസബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ, അവരത് മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു എന്നാ. അപ്പൊ രണ്ടാമത്തെ ബലി എന്ന് പറയുന്നത് എന്താ? അവർ ഏറ്റവും മുന്തിയ ഇനം തന്നെ അള്ളാഹുവിന് വേണ്ടി അറുത്തെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ എന്ത് ചെയ്യില്ല? അത് സ്വീകരിച്ചില്ല. മൂന്നാമത്തെ ബലിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട്.
എന്താ പറയുന്നത്, ആ ബലി നടന്നിട്ടില്ല. ആ ബലി നടന്നിട്ടില്ല. ആരുതാണത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ബലിയാണ്. എങ്കിലും ബലി എന്നതിൻ്റെ ആത്മാവായ അത് കണക്കാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പം നമ്മളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ പേര് കൊടുത്തിട്ട് നിൽക്കുന്നത് നടത്താം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലി നൽകിയിട്ടില്ല. പക്ഷേ അതിന് പകരം എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ടത് അത് നിർവഹിക്കപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും സജ്ജരായിരിക്കണം. ഈ ഓർമ്മ പുതുക്കലാണ് ഇന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന ഉലൂഹിയത്ത് കർമ്മം എന്നുള്ളത്. ബാഹ്യമായ കണക്കിൽ ഏറ്റവും നല്ല ഉരുവിനെ തന്നെയാണ് ആദ്യത്തെ 2 പേരും ബലികർമ്മമായിക്കൊണ്ട് ഇത് നൽകിയത്. 2 പേരും നൽകിയത് എന്താ? ഹാബീലിന്റെ ഹാബീലിന്റെ ചരിത്രത്തിൽ പറയുന്ന ബലിയും ഏറ്റവും നല്ല ഉരുവ് തന്നെയായിരുന്നു. രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ പറയുന്ന ബലിയും ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ ആത്മാവുണ്ടായില്ല എന്നതാണ് ഏറ്റവും മുന്തിയ ഉരുവിനെ ബലി കഴിച്ചിട്ടും 2 വിഭാഗത്തിൻ്റെ ബലി സ്വീകരിക്കാതെ പോയത് എന്നുള്ളത് നമ്മൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേസമയം തികഞ്ഞ സമർപ്പണവും ആത്മാർത്ഥതയുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ബലിയെന്നും 1-ാം സ്ഥാനത്ത് നിർത്തുന്നതും അതുകൊണ്ടാണ്. അള്ളാഹു നോക്കുന്നത് പ്രവർത്തനങ്ങളുടെ വലിപ്പത്തിലേക്കല്ല, മറിച്ചതിൻ്റെ ആത്മാർത്ഥതയിലേക്കാണ് എന്ന് നമ്മൾ ബലിയറക്കാൻ പോകുന്ന നമ്മൾ മനസ്സിലാക്കണം എന്ന്. മനസ്സിലായില്ലേ? ബലിയറക്കാൻ പോണം നമ്മൾ മനസ്സിലാക്കണം അതിന് എത്രത്തോളം ആത്മാർത്ഥത നമ്മൾ കൈവരിച്ചു കൊണ്ടാണ് അതിൽ നിർവഹിക്കുവാൻ പോകുന്നത് എന്ന്. ആത്മാർത്ഥത കുടിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല, എന്നാൽ വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ പ്രവൃത്തി എന്താണ് എന്നുള്ളതുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചൂണ്ടിക്കാണിച്ചു തരുന്നൊരിടമുണ്ട്. അവിടെ റസൂലുള്ള 3 തവണ പറയുന്നുണ്ട്, അത്തഖ്വ ഹാഉനാ, അത്തഖ്വ ഹാഉനാ, അത്തഖ്വ ഹാഉനാ. തഖ്വ ഇവിടെയാകുന്നു, തഖ്വ ഇവിടെയാകുന്നു, തഖ്വ ഇവിടെയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതാണ്? വരേണ്ട സാധനമാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാം പ്രവാചകന്മാരുടെ ആത്മസമർപ്പണത്തിൻ്റെ ചരിത്രമാണ് ദുൽഹിജ്ജയിലെ ബലിക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ 100 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയെ ലഭിക്കാതിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു സ്വാലിഹായ സന്താനത്തിന് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നൊരു സന്ദർഭമുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട്, അത് സ്വീകരിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്ന മകനെ എന്ത് ചെയ്യുകയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകുകയാണ്. ആ മകന് പിതാവിനോടൊപ്പം നടക്കാൻ പ്രായമായപ്പോൾ അതിനറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ വഹിയിലൂടെ എന്ത് ചെയ്യണം? അറിയിച്ചു കൊടുക്കുകയാണ്. നടക്കാൻ പ്രായമായപ്പോൾ ആലോചിച്ച് നോക്കുകയാണ് എത്ര ചെറുപ്രായത്തിലാണ് എന്നുള്ളത്. മകനുമായി കൊണ്ട് ആ വാർത്ത ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ, അല്ലയോ എൻ്റെ പൊന്നുമകനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, ഞാൻ ഉറക്കത്തിൽ അന്നങ്ങനെ അറക്കാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നം ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് ആരോടെ ചോദിക്കുന്നത്? ആ പൊന്നു മോനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ആ മോന് കൊടുക്കുന്നൊരു ഉത്തരമുണ്ട്. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ, ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ,
അല്ലയോ വാപ്പാ, നിങ്ങൾക്കെന്താണ് കൽപ്പന ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് എന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ വാപ്പാക്ക് കൊടുത്തുത്തരമാണ്. അതിനറുക്കാനായിട്ട് തുനിഞ്ഞ സമയത്ത് അള്ളാഹു അത് തടയുകയും സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ചരിത്രവുമൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അങ്ങനെ അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ നെറ്റിപ്പൊട്ട് നിലത്ത് വെക്ക വിധത്തിൽ കിടത്തുകയും ചെയ്തപ്പോ ഇങ്ങനെ ചെരുത്തിയിട്ട് ഇങ്ങോട്ട് കെടുത്തിന്നാ അല്ലേ, ചെരുത്തിയിട്ടൊരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കെടുത്തി. വനാദൈനാഹു അൻ യാ ഇബ്രാഹീം. അപ്പോഴതാ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനയതാ വിളികൾ വരുന്നു. ആ സമയത്ത് നാം അദ്ദേഹത്തെ വിളിച്ചു, ഓ ഇബ്രാഹീം, അത് സ്വദ്ദഖ്ത റുയാ, തീർച്ചയായും നീ സ്വപ്നം സത്യമാക്കി പുലർത്തിയിരിക്കുന്നു. നിനക്ക് കാണിച്ച സ്വപ്നം എന്താന്ന് വെച്ചാല് അത് നീ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും ഇപ്രകാരമാണ് നാം സൽക്കർമ്മകാരികൾക്ക് പ്രതിഫലം നൽകുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ. തീർച്ചയായും ഇതൊരു വ്യക്തമായ പരീക്ഷണം തന്നെയാകുന്നു. അള്ളാഹു നൽകിയ, അദ്ദേഹത്തിന് നൽകിയ വ്യക്തമായിട്ടുള്ളൊരു പരീക്ഷണം തന്നെയായിരുന്നു. മഹത്തായ ഒരു ബലിമൃഗത്തെ പകരം നൽകിക്കൊണ്ട് നാം ആ കുട്ടിയെ വീണ്ടെടുക്കുകയും ചെയ്തു. അവിടെ മോചിപ്പിച്ചു. കുട്ടീനെ മാറ്റി നിർത്തിക്കോ, ഞാനിതാ നിനക്കൊരു ബലിമൃഗം നൽകിയിരുന്നു, അതിനെ നീ എന്ത് ചെയ്തോ, അറുത്തോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അത്ര ആ അറുക്കുവാൻ കത്തിവെക്കുന്ന രൂപത്തിലേക്ക് വരെ മടി കാണിക്കാതെ എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണല്ലോ ഇത് എന്നുള്ള ധാരണയോടുകൂടി, ആ തഖ്വയോടുകൂടി എന്ത് ചെയ്യണേ, എൻ്റെ റബ്ബ് പറഞ്ഞാൽ എൻ്റെ മക്കളാവട്ടെ ഭാര്യയാവട്ടെ മറ്റുള്ളവരുടെ ഒരു കൽപ്പനകൾക്കും വിധേയമാകാതെ, അവരുടെ ശാസനകൾക്ക് വിധേയമാകാതെ എൻ്റെ റബ്ബെന്താണോ പറയപ്പെട്ടത് അത് നിർവഹിക്കുവാൻ തയ്യാറാകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് സ്വന്തം മോനെ ആ ചെരിച്ച് കെടുത്തിയിട്ട് അറക്കാനുള്ളൊരവസ്ഥ. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്കൊക്കെ മക്കളുണ്ടെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ മക്കളോട് ചോദിച്ചാൽ ആ മക്കൾ നമ്മളോട് തരുന്ന ഉത്തരം എന്തായിരിക്കും? ആ വൈക്ക് പിന്നെ അവരെ കാണൂല, അതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. അപ്പം അതുപോലെയല്ല തഖ്വ എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുന്ന രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിയെ അള്ളാഹു ലോകാവസാനം വരെയുള്ളവർക്കിടയിൽ പ്രകീർത്തിച്ചുകൊണ്ട് വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലോകസ്ഥാനർക്കുള്ളൊരു മാതൃകയാണ് അദ്ദേഹം. പരിപൂർണമായി അള്ളാഹുവിന് കീഴുന്നവർക്ക് ഈ രൂപത്തിൽ പ്രതിഫലം നൽകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം നമുക്ക് അവസാനിപ്പിച്ചിരുന്നത്. കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത് എന്നാണ് മുഹ്സിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവിടെ എന്ത് ചെയ്യണ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിനുള്ള ഒരു ലക്ഷ്യമുണ്ട് സഹോദരങ്ങളെ. നമ്മളിതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ഇതിൽ ഷെയർ കൂടിയ ആൾക്കാരും ഇരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ ഒരുവിനെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട്, കുടുംബം ചേർന്നിട്ട് എന്ത് ഉണ്ടാവും, ബലിയെറുക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവരോടായിട്ട് പറയുന്ന അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യവാന്മാരായിക്കൊണ്ടായിരിക്കണം ആ കർമ്മത്തിലേക്ക് തുനിയേണ്ടത് എന്നുള്ളതാണ്. ഓരോ സമുദായത്തിനും അള്ളാഹു നിയമമാക്കിയ ഒരു ആരാധനയാണ് ബലി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ഉമ്മത്തിലും ബലി നിയമമാക്കിയതിൻ്റെ ലക്ഷ്യം അതിലൂടെ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുന്നതിനും
അവൻ മാത്രമാണ് ആരാധ്യനെന്ന് പ്രഖ്യാപിക്കുന്നതിനും അവൻ പരിപൂർണമായി കീഴൊതുങ്ങാനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിയമമാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബലി കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ് എന്ന് അബ്ദുറഹ്മാൻ നാസിരി അസ്സഅദി സൂറത്തുൽ അൽ കൗസറിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് നമുക്ക് ശ്രദ്ധേയമായി കാണുവാൻ സാധിക്കും. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഖസ്വഹാതൈനിൽ ഇബാദതൈനി ബിസിക്ർ ലിഅന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദാതി വഅജലിൽ ഖുർബാത്ത്. ഈ രണ്ടാരാധനകളെ പ്രത്യേകമായി സ്മരിച്ചതിൻ്റെ കാരണം അവ രണ്ടും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും റബ്ബിലേക്ക് ഉന്നതമായ സാമീപ്യവും ലഭിക്കപ്പെടുന്നതാണ്. ആ രണ്ട് ആരാധനകർമ്മ പറഞ്ഞത്, ഒന്ന് ബലിയർക്കുക, നിസ്കരിക്കുക. ബലിയർക്കുക, നിസ്കരിക്കുക. ഈ നിസ്കാരം എന്നുള്ളതും ബലികർമ്മം എന്നുള്ളതും ഉന്നതമായിട്ടുള്ള ആരാധനാ കർമ്മമാണ്. അതുകൊണ്ടാണ് അതിലേക്ക് എത്ര പ്രയാസമുണ്ടെങ്കിലും ചേരുവാൻ നമ്മൾ നേരത്തെ ഖുത്ബയിലൂടെ പറയപ്പെടാനുള്ള കാര്യം. ബലികർമ്മത്തെ അല്ലാഹു ചേർത്ത് പറഞ്ഞത് അവനിലേക്ക് സാമീപ്യം തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരത്തോടൊപ്പമാണ് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞ ശേഷം അദ്ദേഹം തുടർന്ന് പറയുന്നത് കാണാം, വഫിന്നഹരി തഖർറുബി ഇലല്ലാഹി ബിഅഫ്ളലി മാ ഇൻദൽ അബ്ദി മിനൻ നഹായിർ. ബലിയിൽ അടിമയുടെ അടുത്ത് അറുക്കാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതിനെ അറുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യമാണുള്ളത്. അതോടൊപ്പം തന്നെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതും പിശുക്ക് കാണിക്കുന്നതുമായ സമ്പത്ത് അതിനായി ചെലവഴിക്കലുമാണത്. പിശുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് പിടിച്ചു വെച്ചിരുന്നില്ല, കാര്യമില്ല. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഖബർ കണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിലായോ? ഖബർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 3 കഷ്ണം തുണിയിലാണ് എല്ലാവർക്കും പോവാനുള്ളത്. അവിടെ ഒരു സോക്സ് പോലും അധികമായി ധരിപ്പിക്കുവാൻ ആരും സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. ആരും സമ്മതിക്കുകയില്ല എന്നുള്ളതാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ മരിച്ചു പോരേണ്ട ആളുകളല്ലേ. ഈ സാധനങ്ങളൊക്കെ പൈസക്ക് ഇങ്ങനെ എടുത്തിങ്ങനെ അലമാരയിൽ ഒരുക്കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? നമ്മൾ പോയതിന് ശേഷം നമ്മുടെ മക്കൾക്ക് അത് ഉപകരിക്കുന്നുള്ളതിന് കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഉറപ്പാ പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിധിയാണ് നമുക്കത്. ആ നൽകപ്പെട്ടത് റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുവാൻ വേണ്ടി നാം ആഗ്രഹിക്കേണ്ടതുണ്ട്, അത് പ്രവർത്തിക്കേണ്ടതുമുണ്ട്. ആ പ്രവർത്തിച്ചത് എന്തുണ്ടോ അതാണ് നാളെ പരലോകത്ത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് കാണുന്നത്. ഇവിടെ കൂട്ടിവെച്ച അക്കൗണ്ടിൽ കൂട്ടിവെച്ചതൊന്നും തന്നെ നാളെ റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. ഇവിടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരുപാട് കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി വിട്ടിട്ട് എന്താ കാര്യം? ഇതൊക്കെ എന്ത് ചെയ്യും? നശിച്ചങ്ങോട്ട് പോകും. മക്കൾ അത് ഉപയോഗപ്പെടുത്തും. ആ മക്കൾ ഉപയോഗപ്പെടുത്തി ചിലപ്പോൾ നാശത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുക, അത് ഉണ്ടാക്കിയതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് ഭാരം ചുമക്കേണ്ട അവസ്ഥ നാളെ പരലോകത്തേക്ക് വന്നു പോകും. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നീയാൻ പാടില്ല, നമ്മൾ ആക്കി തീർക്കാൻ പാടില്ല. നമ്മുടെ മക്കളെ ഒന്നും ആക്കി തീർക്കാൻ പാടില്ല എന്നല്ല. കൂട്ടി വെച്ചിട്ട് എൻ്റെ കുട്ടിക്കാണ് പറയും. അങ്ങടെ കുട്ടി ആ അല്ലാഹു സുബ്ഹാനഹുവിൻ്റെ ഖലാഅത്തി നിങ്ങൾ മരിക്കണ മുമ്പാണ് മരിച്ചു എന്ത് ചെയ്യും? ആ കൂട്ടിവെച്ചതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നു. ആലോചിച്ചോക്കാണ്. ചില പരീക്ഷണങ്ങളൊക്കെ അങ്ങനെ വരിക. കുറേ ഇങ്ങനെ എടുത്തു കൂട്ടി വെച്ചിട്ട് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് എത്ര പറഞ്ഞാലും, സ്വതക്കയുടെ ശ്രേഷ്ഠത പറഞ്ഞാലും, അള്ളാഹു പറഞ്ഞാലും, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞാലും അതിനൊന്നും ഞാൻ തയ്യാറില്ല. ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെക്കുറിച്ച് എന്നല്ല, നമ്മുടെ ജീവിതത്തെ മുഴുവനായും തീരുമാനിക്കപ്പെടുന്നത് റബ്ബാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം എടുത്ത് ചെലവാക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? കഴിയണം. എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യും? ഭയപ്പെടുത്തുന്ന, മനസ്സിൽ വന്ന് പറയുന്ന. ഇതാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇനി ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തരിക എന്നുള്ളത് റബ്ബ് ഏറ്റെടുത്ത ബാധ്യതയാണ്. അല്ല ഏറ്റെടുത്ത ബാധ്യതയാണ്. റബ്ബ് പറയാണ് അത് നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ച് ഞാൻ തരുന്നു. യുളാഇഫു ലഹു എന്നാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇരട്ടിപ്പിച്ച് അങ്ങോട്ട് തരും. ആരാ പറഞ്ഞത്? നമ്മളെ സൃഷ്ടിച്ച
ആ ധനമെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരുത്തി വെച്ച ആ റബ്ബ് തന്നെ പറഞ്ഞത്, ഇതാണ്ട് കൊടുത്തോളി, നിങ്ങൾക്കുള്ളത് ഞാൻ എന്ത് ചെയ്യാ, ഇരട്ടിപ്പിച്ച് ഞാൻ തരാം. ആരാ തന്നത്? ആ തന്ന വ്യക്തി തന്നെ പറയാണ്, അത് ഞാൻ കൂടുതൽ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഒരു മനുഷ്യനാ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് കൊടുക്കും അല്ലേ? ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ അത് ഞാൻ പറയും അയച്ചുകൊണ്ട് കൊടുത്താളാ, ഞാൻ അതിലും കൂടുതൽ എനിക്ക് തരാം. അപ്പം എടുത്ത് നമ്മളുണ്ട് കൊടുക്കും. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ധനം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് റബ്ബ് പറയാണ്, കൊടുത്തോ എങ്കിൽ നിനക്ക് ഞാൻ ഇരട്ടിപ്പിച്ചാണ്ട് തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പക്ഷേ അതിൽ സംശയം, അതിലെ ആൾക്ക് സംശയം, ഇത് എടുത്തൊഴിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം. ആലോചിച്ച് നോക്കി, നമ്മുടെ വിശ്വാസത്തിൻ്റെ പദവി എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാവില്ലാത്ത കേവല അറിവ് അള്ളാഹുവിന് ആവശ്യമില്ല, അത് അവനിലേക്ക് എത്തുകയുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആത്മാവും ലക്ഷ്യവും ഉൾക്കൊണ്ടുകൊണ്ടാകണം നമ്മുടെ അറിവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാത്തവ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ബലി കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്ക് സാധിക്കും. സമ്പത്തുള്ള വ്യക്തികൾ ഇതിൽ നിന്നും ഒഴിവാകാതെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിലും നിങ്ങളോട് പറയുവാനുള്ളത്. അതേസമയം ഇസ്ലാമിൻ്റെ ബലികർമ്മം ക്രൂരമാണെന്നും പുണ്യം കിട്ടുന്നതിന് മിണ്ടാപ്രാണികളെ, ജീവികളെ എന്തിനു കൊല്ലുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഉളുഹിയ എന്നാൽ മൃഗത്തെ അറുക്കണമെന്നില്ല, അതിൽ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല, അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. പാവപ്പെട്ടവർക്ക് ഫർണീഷുകളോ മറ്റോ വാങ്ങിക്കൊടുത്താൽ തന്നെ ഉളുഹിയ ആകുമെന്നൊക്കെ പുലമ്പുന്ന ചില സ്വയം പ്രഖ്യാപിത പണ്ഡിത വേഷധാരികളൊക്കെ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ അറുക്കാൻ തുനിഞ്ഞിട്ടേയില്ല എന്ന് വരെ പറയുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. മാംസഭോജനം ജന്തു പ്രകൃതിയോട് യോജിക്കുന്നതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിലേക്ക് അനിവാര്യമായതും എല്ലാറ്റിലും ഉപരി ലോകരക്ഷിതാവായ അള്ളാഹു അത് അനുവദിച്ചതാണ് എന്നാണ് ഇതിനുള്ള മറുപടി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നൽകാനുള്ളത്. കാലികളെ പല പ്രയോജനങ്ങളുണ്ടെന്ന് അവയെ സൃഷ്ടിച്ച നാഥനാണ് പഠിപ്പിക്കുന്നത്. നമ്മളാരും സൃഷ്ടിച്ചല്ലോ ബലി മൃഗങ്ങളെ ഒന്നും. ആരാണ് സൃഷ്ടിച്ചത്? റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ സൃഷ്ടിച്ച നാഥൻ പറയുന്നുണ്ട് എന്ത്? കാലികളെ പല പ്രയോജനങ്ങളുമുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാം, വല്ലൻആമ ഖലഖഹാ ലകും ഫീഹാ ദിഫ്ഉ വമനാഫിഉ മിൻഹാ തഅകുലൂൻ. വല്ലൻആമു മൃഗങ്ങൾ എന്നുണ്ടല്ലോ, മൃഗങ്ങളായിട്ടുള്ളവയുണ്ടല്ലോ, ഖലഖഹാ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ലകും ഫീഹാ ദിഫ്ഉ വമനാഫിഉ മിൻഹാ തഅകുലൂൻ അവയിൽ നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള പുതപ്പും വസ്ത്രവുമുണ്ട്, മറ്റ് പല ഉപകാരങ്ങളുമുണ്ട്, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാരാ പറഞ്ഞത്? റബ്ബാ പറഞ്ഞത്. റബ്ബ് നമുക്ക് അതിനാദിനെ നൽകിയിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അൻആമ ലിതർകബൂ മിൻഹാ വമിൻഹാ തഅകുലൂൻ. അല്ലാഹു ആകുന്നു നിങ്ങൾക്കായി കന്നുകാലികളെ നിശ്ചയിച്ചു തന്നവൻ, അവയിൽ ചിലതിനെ നിങ്ങൾ വാഹനമായിട്ട് ഉപയോഗിക്കാനും ചിലതിൽ നിങ്ങൾ ഭക്ഷിക്കുവാനും വേണ്ടിയാണത്. വലക്കും ഫീഹാ മനാഫിഹു വലിതബ്ലുഗു അലൈഹാ ഹാജതൻ ഫീ സുദൂരിക്കും വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ. അവയിൽ നിങ്ങൾക്ക് വേറെയും ഉപകാരങ്ങളുണ്ട് എന്ന് റബ്ബ് പറയാണ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള വല്ല ആവശ്യത്തിനും ദൂരസ്ഥലങ്ങളിലേക്ക് അവ മുഖേന നിങ്ങൾ എത്തിച്ചേരുന്നതിനും അവൻ അവയെ നൽകിയിരിക്കുന്നു. വാഹനമായിക്കൊണ്ടൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അവയുടെ പുറത്തും കപ്പലുകളിലുമൊക്കെ ആയിട്ട് നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് നൽകിയിട്ടുള്ളത്. തിന്നാനും ഉപയോഗപ്പെടുത്താനൊക്കെയാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്കതിനെ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത്തരക്കാരോടായിട്ടുള്ള ആളുകളോട് നമ്മൾ ഉത്തരം നൽകേണ്ടത് നടത്തും. അതിനൊക്കെ എതിര് പറയുന്ന ആളുകളോട് ഉത്തരം പറയേണ്ടത്, വലിയ അറുക്കുന്നതിനെതിരെ പറയുന്ന ആളുകളോട്. അതുകൊണ്ട് ശരിക്ക് ആത്മാർത്ഥതയോടുകൂടി ആ കർമ്മത്തിലേക്ക് മുന്നിടുവാൻ വേണ്ടിയായിരിക്കണം എല്ലാവരും തയ്യാറെടുക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജയിലെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബലികർമ്മം. അപ്പോൾ കഴിവുള്ളവർ ബലി നൽകണമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ബലികർമ്മം നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ മാത്രമേ എന്തെയുള്ളൂ പണ്ഡിത ലോകത്ത് ചർച്ചയുള്ളൂ. ബലികർമ്മത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളെ ആധിക്യം കാരണത്താൽ കടം വാങ്ങിയിട്ടായാലും ബലികർമ്മത്തിൽ പങ്കാളിയാകണം എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന്. കടം വാങ്ങിയിട്ടെങ്കിലും അതിലേക്ക് നിങ്ങൾ ചേരാൻ വേണ്ടി നോക്കണം എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലൻ യുളഹി ഫലാ യഹ്ളുറു മസ്വാലനാ. ഉളൂഹിയത്തിലെ കഴിവുണ്ടായിട്ടും ബലിയറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലൻ യുളഹി. ഉളൂഹിയത്ത് കഴിവുണ്ടായിട്ടും ബലി അറുക്കാത്തവനുണ്ടല്ലോ, ഫലാ യഹ്ളുറു മുസല്ലനാ, എന്താണ് നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ മുസല്ലയിലേക്ക് ഹാജരാവേണ്ടതില്ല. അപ്പൊ ഹദീസുകൾ ഈ രൂപത്തിൽ വരെ ഉണ്ടെന്നിരിക്കെ ഈ വിഷയത്തിൽ ലാഘവം കാണിക്കുന്ന അവസ്ഥ നമുക്കാർക്കും ഉണ്ടാവരുത്. സ്വന്തം കുടുംബത്തിന് ജീവിക്കാനുള്ള ശേഷി കഴിച്ച് ഉലൂഹിയത്ത് അറുക്കാൻ പണം കയ്യിലുള്ള ആളുകളൊക്കെ ഉലൂഹിയത്തിൽ പങ്കാളിയാകണമെന്നാണ്. ആടാണെങ്കിൽ ഒരാൾ തനിച്ചും, മാടാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടകമോ ആണെങ്കിൽ 7 ആൾക്ക് വരെ പങ്കിട്ടും അറവ് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഫിഖ്ഹി നിയമങ്ങൾ. 7 കൂടുതൽ പേർ ഒരു മൃഗത്തിൽ പങ്കാളിയായാൽ മുഴുവൻ പേരുടെയും ഉലൂഹിയത്ത് അസാധുവായി തീരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ആടല്ല, മാട് ഒട്ടകങ്ങളിലാണ് എന്ത് 7 പേർക്ക് ചേരാൻ. ആടാണെങ്കിൽ ഒരാൾക്ക് എന്ത് പറ്റുള്ളൂ, അറുക്കുവാൻ പാടുള്ളൂ എന്നുള്ളത്. ഒരു കുടുംബത്തിന് വേണ്ടി ഒരാടിനെ അറുക്കാവുന്നതാണ്. പക്ഷേ മാടും ഒട്ടകവുമാണ് എങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം, 7 പേർക്ക് വരെ ഒരെണ്ണത്തിലേക്ക് ഷെയറായിക്കൊണ്ട് നിർവഹിക്കാം. ഉലൂഹിയത്തിന് നിയ്യത്ത് വെച്ച ആളുകൾ, നിയ്യത്തിന് വേറെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ മനസ്സുകൊണ്ട് നിയ്യത്ത് കരുതി വെച്ചവർ, അതിന് ചേർന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദുൽഹിജ്ജ 1 പ്രവേശിച്ച് ഈ മാസം കാണും, 1 പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ അറുക്കുന്നത് വരെ തലമുടി, കക്ഷരോമങ്ങൾ, ഉയരോമങ്ങൾ, മീശ, താടി, നഖം തുടങ്ങിയവ വെട്ടാനോ വടിക്കാനോ പാടുള്ളതല്ല. അതാണ് അതിൻ്റെ നിയമം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് ഉളൂഹിയത്തിൽ ചേർന്ന എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ ദഖലൽ അശ്റു വഇൻദഹു ഉളൂഹിയത്തുൻ യുരീദു അൻ യുളഹിയ ഫലാ യഖുദുന്ന ശഅറാ വലാ യഖ്ലിമന്ന ളുഫുറാ. ദുൽഹിജ്ജ 10 പ്രവേശിച്ചാൽ ഉളൂഹിയത്ത് ഉദ്ദേശിക്കുന്നവർ അവരുടെ രോമങ്ങൾ നീക്കുകയോ നഖം വെട്ടുകയോ ചെയ്യാതിരിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശാസനയാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളിലേക്ക് നിർവഹിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം പറയണം. ഇതൊക്കെ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുമ്പേ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ 1 പ്രവേശിക്കുന്ന മുന്നേ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നഖം വെട്ടലും മുടി നീക്കം ചെയ്യലൊക്കെ ഉള്ളതൊക്കെ അതിന് മുന്നേ എന്ത് ചെയ്യുക, 8 ദിവസം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബലിയറുത്ത മൃഗത്തിൻ്റെ ഇറച്ചിയുടെ നിശ്ചിത ഓഹരി സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. സാധുക്കളായ ആളുകൾക്ക് ഇറക്കാൻ വേണ്ടി നമ്മൾ, അറുത്ത ആളുകൾക്കും അതിൻ്റെ ഒരു ഓഹരി ഉണ്ട്, ഭക്ഷിക്കാവുന്നതാണ്. 3 ആയിക്കൊണ്ട് മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യാം, 3 വിധത്തിലാക്കാം. ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഷെയർ കൂടിക്കഴിഞ്ഞാൽ ആ ഷെയറിൽ നിന്ന് കിട്ടുന്ന ഒരു പാവങ്ങൾക്കും, ഒന്ന് കുടുംബത്തിനും, ഒന്ന് നമുക്കും, അങ്ങനെ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്കത് നിശ്ചയിച്ച് വിതരണം ചെയ്യാവുന്നതാണ്. നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്നുള്ളത്
അത് ചേർന്ന ആളുകളോട് പറയുവാനുള്ളത്. എന്നാൽ പാവങ്ങൾക്ക് നൽകാതെ സ്വയം അത് തിന്നു തീർക്കുന്നത് ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ പ്രാധാന്യവും പുണ്യവും ഉൾക്കൊണ്ട് മടി കാണിക്കാതെ സമ്പത്തുള്ള ആളുകളൊക്കെ ഈ പുണ്യപ്രവർത്തനത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് എനിക്ക് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളെ എല്ലാവരെയും സഹോദരിമാരെയും സഹോദരങ്ങളെയും ഉണർത്തുവാനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബലികർമ്മത്തിന് പേര് നൽകപ്പെട്ട ആളുകൾ ഒറ്റ ഒരുവിനൊക്കെ നൽകപ്പെട്ടതും അറക്കാൻ വേണ്ടിയുള്ള തയ്യാറും വേറുള്ളവർ അറക്കാൻ ഏൽപ്പിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണ് എന്ത് ചെയ്തത്, മകനെ അറക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചു കിടത്തുന്നത്. എത്ര ഹൃദയബന്ധം അതിനോടുണ്ട് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എത്ര ഹൃദയബന്ധമുള്ള ആളാണ് സ്വന്തം മകനോടുണ്ടാവുക, നമുക്ക് മക്കളോടുണ്ടാവുക. അപ്പം അതുപോലെ തന്നെ നമ്മുടെ അറുക്കുന്ന കാര്യത്തിൽ നമ്മൾ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, മാറി നിൽക്കരുത്. മാറി നിൽക്കുന്ന ഏർപ്പാട് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അറക്കാൻ തയ്യാറാവണം. നമ്മൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇഖ്ലാസ് അതിലുള്ള ആത്മാർത്ഥത ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ അറക്കാം. നിൻ്റെ റബ്ബ് കൽപ്പിച്ച കാര്യമല്ലേ, ഞാനത് നിർവഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓരോരുത്തരെയും സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രൂപത്തിലുള്ള ബലികർമ്മമായി അതിൽ പങ്കാളികളായ ആളുകളിൽ നിന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കപ്പെടുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.